നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കൗൺസിലിംഗിനെത്തിയ 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മോട്ടിവേഷൻ സ്പീക്കർ പോസ്കോ കേസിൽ അറസ്റ്റിലായി. മുഴക്കുന്ന് എടത്തൊട്ടി കൊട്ടയാടിലെ കുന്നത്ത് വീട്ടിൽ KC ഷാജുവിനെയാണ് മുഴക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അയ്യൻകുന്ന് പഞ്ചായത്തിൽ പൂന്തോട്ടത്തിൽ സജിയുടെ വീട്ടിലെ കിണറ്റിൽ ഡീസൽ കലർന്നു. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഒഴുകിയെത്തിയ ഡീസലാണ് കിണറ്റിൽ കലർന്നതെന്ന് നാട്ടുകാരും വീട്ടുകാരും പറയുന്നു. വൈറ്റില മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ട സംഭവത്തിൽ പ്രതിപിടിയിൽ. ഷാജി എന്നയാളാണ് പിടിയിലായത്. കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഗണഗീത വിവാദം. പരാതിയുമായി DYFI. ലഹരിമരുന്ന് കൈവശം വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് യുവാവ്. കോഴിക്കോട് മേപ്പയൂർ സ്വദേശിയായ വിഷ്ണുവാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പരസ്യമായി എക്സൈസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ തള്ളി നിയമസഭ. മന്ത്രിസഭ അംഗീകരിച്ച തന്റെ പ്രസംഗത്തിനാണ് സാധുതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലെ പകയിൽ ഇരട്ടക്കൊല. കോയമ്പത്തൂർ പൊള്ളാച്ചിയിൽ പെൺകുട്ടിയെയും മുത്തശ്ശിയെയും യുവാവ് വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി. കൗശി, മൈലാദൾ എന്നിവരാണ് മരിച്ചത്. 4-അംഗ കുടുംബത്തിന് നേരെ കാറിടിച്ചു കയറ്റി DYFI നേതാവിന്റെ മകൻ. ഒരാൾക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സുകൾ മനഃപൂർവ്വം കത്തിച്ചതെന്ന വാദത്തിന് നിലവിൽ തെളിവില്ലെന്ന് പോലീസ്. ഫോറൻസിക് റിപ്പോർട്ടിനായി കാത്തിരിപ്പ്. മണിക്കൂറുകൾ മാത്രം നീണ്ട ആദ്യ വേനൽ മഴയിൽ തന്നെ പുതിയ ദേശീയപാത വെള്ളക്കെട്ടിൽ മുങ്ങി. കോട്ടയം ഭാഗത്ത് ദേശീയപാതയുടെ സർവീസ് റോഡ് വെള്ളം നിറഞ്ഞു തോടായി. ഗൂഗിൾ പേ വഴി കടയുടമയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതായി വിശ്വസിപ്പിച്ച് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഫോണുകൾ കൈക്കലാക്കിയ കേസിലെ മാള സ്വദേശി അനന്തകൃഷ്ണൻ അറസ്റ്റിൽ. പറവൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിലും പൂർണ്ണ സുരക്ഷ. കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടം. കോർപ്പറേഷൻ അധികൃതർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. MK മുനീർ. ആരോഗ്യ മേഖലയെ തകർക്കാൻ ഗൂഢനീക്കം നടക്കുന്നു. കുത്തക ആശുപത്രികളാണ് പിന്നിൽ. വീണ ജോർജ്. കഞ്ചിക്കോട്ടെ IITയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം. ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് 4-ാം വർഷ വിദ്യാർത്ഥിനിയായ സേലം സ്വദേശിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷം SITയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി P രാജീവ്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അന്തിമമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തൃശൂരിലെ ഗുരുവായൂരിൽ വോട്ട് ചേർത്തതിൽ പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ സമരം 9-ാം ദിനം. തിരുവനന്തപുരത്ത് ഇന്ന് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ മുടങ്ങും. കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്നു വീണ് മരിച്ച തൊഴിലാളികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. കായംകുളത്ത് സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ്. കായംകുളത്ത് നവജാത ശിശു മരിച്ചതിനാലാണ് പരാതി. കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെയാണ് കുടുംബം പരാതിയുമായി എത്തിയിട്ടുള്ളത്. വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയ സംഭവത്തിൽ 21-കാരനായ അഭിനവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് സംഭവം. വൈക്കം ഉദയനാപുരത്ത് അമ്മയെയും മകനെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉദയനാപുരം പഞ്ചായത്ത് ഓഫീസിന് സമീപം പടിഞ്ഞാറേക്കര തേവലക്കാട്ട് വീട്ടിൽ തങ്കമ്മ, മകൻ സുനിൽ എന്നിവരാണ് മരിച്ചത്. കൊല്ലം പത്തനാപുരത്ത് ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. സിനിമാ പറമ്പ് ഇടക്കാട് സ്വദേശി ജെസി സണ്ണിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് സംഭവം നടന്നത്. ഇരിട്ടി മാടത്തിൽ നീലിയത്ത് ലക്ഷ്മി നിര്യാതയായി. 74 വയസ്സായിരുന്നു. അറബി പെരിങ്കീരിയിലെ ചിറയിൽ ഫ്രാൻസിസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. പേരാവൂർ നമ്പിയോടിലെ നെട്ടൂർ വീട്ടിൽ കല്യാണിയമ്മ നിര്യാതയായി. 96 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 40 രൂപ കൂടി 14,830 രൂപയും പവന് 1,120 രൂപ കൂടി 1,18,640 രൂപയുമായി. വെള്ളിക്ക് 285 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 217, ലോട്ട് 202, ഒട്ടുപാൽ 140, കുരുമുളക് 675, അടയ്ക്ക 405,
കശുവണ്ടി 161, തേങ്ങ 55, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 130. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.